വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സ്പ്രസ് ബൈ മൃദു. ഇന്ന് ഞാൻ ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഇൻഡക്ഷൻ കുക്കർ അത് വേറൊരു ബ്രാൻഡായിരുന്നു. അത് വീട്ടിലുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ ക്രൈസിസിലാണ് ഞാൻ അത് പൊടി തട്ടിയൊക്കെ എടുത്തത്. ആദ്യം ഞാൻ വെള്ളം തിളപ്പിക്കാനും മിൽക്ക് ബോയിൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കൂടുതൽ ആവശ്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു ക്രൈസിസിലാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും എല്ലാം പൊടി തട്ടി എടുത്തപ്പോൾ അത് 500 rupees കൊടുത്ത് എനിക്ക് ഒന്നുകൂടെ ഒന്ന് റിപ്പയർ ചെയ്ത് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പാലക്കാട് ഞാൻ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു വിട്ടു. എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബിസ്മിയിൽ അന്വേഷിച്ചു, പിന്നെ പ്രസ്റ്റീജിൻ്റെ ഷോറൂമിൽ അന്വേഷിച്ചു, നന്ദിലത്തിലൊക്കെ അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. ഫൈനലി എനിക്ക് കിട്ടിയത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. പ്രസ്റ്റീജിൻ്റെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. 4000 റേഞ്ചിലാണ് ഇപ്പോൾ കൂടുതൽ കിട്ടുന്നത്. 2500 റേഞ്ചിൽ കിട്ടുന്നത് വളരെ കുറവാണ്. ഫൈനലി എനിക്ക് അന്വേഷിച്ച് കിട്ടിയതാണ് ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇത് 2500 to 3000 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വെക്കേണ്ട പാത്രങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ വെക്കാൻ പാടും, എന്തൊക്കെ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ വാട്ടർ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മിൽക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാത്രം ഇതാണ്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല സേഫാണ്. ഇതിൽ നമുക്ക് ചെറിയ ചെറിയ വെജിറ്റബിൾസിലായിട്ട് വേവിക്കാനും മറ്റുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ബീൻസ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ലിഡ് വെച്ച് ഇങ്ങനെ മൂടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കറിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാലും ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ബീൻസായി കിട്ടും. ഇത് ഓക്കെയാണ്, ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്, ഏതൊക്കെ പാത്രം യൂസ് ചെയ്യാം, ഏതെല്ലാം പാത്രം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പിന്നെ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നോൺ സ്റ്റിക്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ കോപ്പർ ബോട്ടം യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാനേ പാടില്ലാത്തതാണ്. പിന്നെ അതിൽ തന്നെ ഒരു ബീപ്പ് സൗണ്ട് വരും. നമ്മൾ അതിൽ സെറ്റ് ആവാത്ത പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു ബീപ്പ് സൗണ്ട് വരുന്നതാണ് പറയുന്നത്. പിന്നെ കൂടാതെ ചില കുക്കേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ നല്ല അടിക്കട്ടിയുള്ള കുക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെയൊക്കെ കുക്കേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ റൈസാണ് വെക്കാൻ പോകുന്നത്. ഈ ഒരു കുക്കറിൽ റൈസ് ഞാൻ ജസ്റ്റ് ഒരു 20 മിനിറ്റ്സാണ്. കുക്കറെന്ന് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാൻ കുക്കറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ടൈമർ ഓൺ ചെയ്തിട്ട് കുക്കർ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് 20 മിനിറ്റ്സാണ് കാണിക്കുക. അപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അരി ആയതുകൊണ്ട് കുറച്ച് വേവ് എടുക്കാൻ ടൈം എടുത്തിട്ടുണ്ട്. പക്ഷേ 20 ആണെങ്കിലും അതൊരു ഡിസെൻഡിങ് ഓർഡറിലേക്ക് 19, 18, 17, 16, 15 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലേക്ക് അതിൽ തന്നെ ഡിസ്പ്ലേയിൽ കാണിക്കും. അങ്ങനെ 14 എത്തുമ്പോൾ തന്നെ ഏകദേശമായിട്ടുണ്ട്. കുക്കർ വിസിൽ വരാറാകുന്ന ആ സ്റ്റേജിൽ ഒന്ന് നിൽക്കും. അപ്പോൾ ഇനി അല്പസമയത്തിനുള്ളിൽ വിസിൽ വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രഷറിൻ്റെയൊക്കെ ശബ്ദം നമുക്ക് കേട്ട് തുടങ്ങാം. ഈ സമയത്ത് ഒരു വിസിലാണ് മതിയെങ്കിൽ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക. അതെല്ലാം 1-2 വിസിൽ കൊണ്ട് ആവേണ്ട ഒരു ഐറ്റം ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം. പുറത്തേക്ക് അധികം വെള്ളം ഇറങ്ങുന്ന തരത്തിൽ വിസിലൊക്കെ വരികയാണെങ്കിൽ വേഗം ഓഫ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇതിലധികം വെള്ളം ഇറങ്ങുന്നത് ഇൻഡക്ഷൻ കുക്കർ മോശമാവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഞാൻ പരിപ്പാണ് വേവിക്കാൻ വെക്കുന്നത്. പരിപ്പും ഞാൻ കുക്കറിൽ സെറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് കാണിച്ചെങ്കിലും അത് 14 തന്നെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സൊക്കെ വേണ്ടി വന്നുള്ളൂ കേട്ടോ. പെട്ടെന്നായി പരിപ്പ് നല്ല അസലായിട്ട് അതിൻ്റെ കറക്റ്റ് നല്ല വേവിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അടുത്തത് ഞാൻ പഴം വേവിക്കാൻ വെക്കുകയാണ്. ഇതിൽ ഞാൻ കറിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 20 മിനിറ്റ്സ് കാണിച്ചാലും നമുക്ക് പെട്ടെന്ന് അതിന് മുമ്പേ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. പഴമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. പിന്നെ അലൂമിനിയം യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അവർ പറയുന്നത് അതിൻ്റെ അടിയിൽ കുഴിയുള്ള ചില ബോട്ടംസ് ഉണ്ടല്ലോ, അടിയിൽ കുഴി വരുന്ന തരത്തിൽ ഉള്ള നല്ല കട്ടിയുള്ള പാത്രങ്ങൾ വരും. ഇവിടെ കുഴിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ളതെല്ലാം യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ സിറാമിക്സ് യൂസ് ചെയ്യാൻ പാടില്ല, ഗ്ലാസ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതും യൂസ് ചെയ്യാൻ പാടുന്നതും. ഇനി ഇതിൻ്റെ സേഫ്റ്റി മെഷർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുള്ളിടത്ത് കഴിയുന്നത് വെക്കാണ്ടിരിക്കുക. കാരണം കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തൊടരുത്. കുറേ തണുത്തതിന് ശേഷമേ അത് തൊടാൻ പാടുള്ളൂ. അപ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. പെട്ടെന്ന് കുട്ടികളൊക്കെ അറിയേണ്ട വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നന്നായിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ദോശ, ചപ്പാത്തി, ടൈമർ സെറ്റ്, പ്രഷർ കുക്ക്, കറി, ഇഡ്ഡലി, ഡീപ്പ് ഫ്രൈ, ഹീറ്റ് മിൽക്ക്, കീപ് വാം, സോട്ട് ഇങ്ങനെയുണ്ട്. ആദ്യം തന്നെ ഓൺ ചെയ്യുക. അതിനുശേഷം ടൈമർ സെറ്റ് ചെയ്തിട്ട് വേണം പ്രഷർ കുക്കാണോ, കറിയാണോ, ഇഡ്ഡലിയാണോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പാത്രം വെച്ചതിന് ശേഷം ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ കുറേ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് ഇവിടെ കിട്ടാൻ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കിട്ടാനുള്ളത് ഞാൻ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നിന്നാണ്. കാരണം ഞാൻ നേരത്തെ വാങ്ങിയത് 2500 ഇത് ഏകദേശം 3000 എനിക്ക് കിട്ടി. ഇനി ഇവിടെ കിട്ടുന്നത് എല്ലാം 4000 എബോവ് റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കിട്ടാനില്ല എന്ന് പറഞ്ഞത്. കിട്ടാനുണ്ട്, പക്ഷേ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ബിസ്മിയിലും നന്ദിലത്തിലും എല്ലാം അന്വേഷിച്ചു. അവിടെ എല്ലാം 4000 എബോവ് ആണ് വരുന്നത്. ബിസ്മിയിൽ ഉണ്ടായിരുന്നത് എനിക്ക് അറിയുന്ന ഒരു ബ്രാൻഡായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങി ട്രൈ ചെയ്തില്ല. ഇപ്പോൾ പുതിയ ഗ്യാസ് കണക്ഷൻ പോലും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ കറണ്ട് ചാർജ് കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കറണ്ട് ചാർജ് കൂടും. പക്ഷേ എന്നാലും നമുക്ക് ഗ്യാസിൻ്റെ സമയത്ത് ഇപ്പോഴത്തെ ഈ ക്രൈസിസിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ വെള്ളം തിളപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ കയ്യിലുള്ളത് നല്ലതാണല്ലോ. അപ്പോൾ ഇപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പോൾ പാലക്കാടുള്ളവർക്ക് വേണമെങ്കിൽ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇത് 3000 അടുത്താണ് വരുന്നത്. ഇനി നമ്മൾ കാണുന്നതൊക്കെ ഹൈ റേഞ്ചിലുള്ളതാണ്, 4500 വരുന്നതാണ്. അപ്പോൾ അത് വേണ്ട, അതിൽ ഗ്രില്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടാന്നുള്ളവർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2500 റേഞ്ചിൽ വരുന്ന ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, comment ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.